അതിനൊരു സമ്മാനമായി പാർട്ടി ഈ പദവി തന്നിരിക്കുന്നു. മറ്റൊന്നും പറയാനില്ല അതിനെക്കുറിച്ച്. ഒരുപാട് സ്വപ്നങ്ങളുണ്ട് കൊല്ലം നിയോജക മണ്ഡലത്തെ. നമസ്കാരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ച UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ നിയുക്ത MLA, നിയുക്ത മന്ത്രി നാളെ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. നമസ്കാരം. ഈ പറഞ്ഞ പോലെ തന്നെ കൊല്ലത്തിന്റെ MLA മാത്രമല്ല, മന്ത്രിയും കൂടെ ആയിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? തീർച്ചയായും വളരെ അഭിമാനം, അതിലേറെ സന്തോഷം. പ്രിയപ്പെട്ട കൊല്ലത്തെ പ്രബുദ്ധരായ ജനത, കൊല്ലത്തിന്റെ UDFന്റെ സഹപ്രവർത്തകർ എല്ലാവരും ചേർന്ന് നൽകിയ മിന്നുന്ന വിജയത്തിന് പാർട്ടി അംഗീകരിച്ചിരിക്കുന്നു. അതിനൊരു സമ്മാനമായി പാർട്ടി ഈ പദവി തന്നിരിക്കുന്നു. ഇത് കേരളത്തിലെ വനിതകൾക്ക് കിട്ടിയ അംഗീകാരമായി കൂടി വിലയിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ 4 പതിറ്റാണ്ടിലേറെയായി ഞാൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനാ രംഗത്ത് ഇത്രയും കാലം പ്രതിസന്ധികൾ ഉൾപ്പെടെ ഉണ്ടായപ്പോൾ എന്നെ ചേർത്ത് നിർത്തിയ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികൾ, സഹപ്രവർത്തകർ, 3 വർഷത്തെ സഹപ്രവർത്തകർ, അവരുടെ എല്ലാം പിന്തുണയും, പിന്നെ ഒരിക്കൽ കൂടി പറയുന്നു, കൊല്ലം നിയോജകമണ്ഡലത്തിലെ പ്രിയപ്പെട്ടവർ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, മറ്റെല്ലാ ചിന്തകൾക്ക് അതീതമായി എന്നെ ചേർത്ത് നിർത്തിയ പ്രിയപ്പെട്ടവർ, അവരോടെല്ലാം കടപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പുതിയുഗ കേരള സൃഷ്ടിക്കായി ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ജനക്ഷേമ അതുപോലെ നാടിന്റെ വികസനത്തിന്റെ പരിപാടികൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും. എന്താണോ പാർട്ടി നിർദ്ദേശിക്കുന്നത് ആ വകുപ്പും അതോടൊപ്പം കൊല്ലം നിയോജകത്തിൽ എല്ലാ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തും. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. കൊല്ലം നിയോജക മണ്ഡലത്തെ കൊല്ലത്തിന്റെ ക്യാപിറ്റൽ എന്ന നിലയിൽ ഏറ്റവും മികച്ച ജില്ലാ തലസ്ഥാനമാക്കി മാറ്റുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നഗരസഭയും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കും. വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് തന്നെ ഈ രാഷ്ട്രീയവുമായി മുന്നോട്ട് വന്ന ഒരാളാണ്. അപ്പോൾ നിരവധി പ്രവർത്തനങ്ങൾ, ഒരുപാട് കളിയാക്കലുകളടക്കം ഒരുപാട് സോഷ്യൽ മീഡിയ ട്രോളുകളൊക്കെ നേരിട്ട് വന്നിട്ടുള്ള ആളാണ്. തീർച്ചയായും ആ പരിഹാസങ്ങൾക്കും ട്രോളുകൾക്കും എല്ലാം ഉള്ള മറുപടിയാണിത്. മറ്റൊന്നും പറയാനില്ല അതിനെക്കുറിച്ച്. ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ആദ്യ ക്യാബിനറ്റ് കൂടിയതിനു ശേഷം ഗവൺമെന്റ് നയപ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം ഓരോന്നോരോന്നായി ഇംപ്ലിമെന്റ് ചെയ്യാം. തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വപ്നങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് ഓരോന്നോരോന്നായി നടപ്പിലാക്കാനുള്ള പ്രയത്നത്തിലായിരിക്കും. രമേശ് ചെന്നിത്തലയും മന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആ കുട്ടിക്ക് എന്നോട് പറ്റിയില്ല. എത്ര പേരുടെ പ്രാർത്ഥന, എത്ര പേരുടെ അധ്വാനം. നമ്മളെ വണ്ടി പോകും. അയ്യോ, ഇത് ഇങ്ങനെയൊക്കെ കഴിഞ്ഞ പണിയായിരിക്കില്ലേ? മോനാണ് ചെയ്തല്ലേ? ഇതാ കണ്ടില്ലായിരുന്നു. പോയിക്കോട്ടെ. സുഖാണല്ലോ. താമസിക്കുക